നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്തരകാണ്ഡമാണ് പറയുന്നത്. അപ്പോൾ ഈ 6 കാണ്ഡങ്ങളും ശ്രീരാമചന്ദ്രനെയും തൻ്റെ സഭയുടെയും മുമ്പിൽ ലവകുശന്മാർ പാടി കേൾപ്പിക്കുന്നതായിട്ടാണ് രാമായണം തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് ലവകുശന്മാർ ചോദിക്കുകയാണ്, എവിടെ സീതാദേവി, എവിടെ, ഞങ്ങൾക്ക് സീതാദേവിയെ കാണണം, ഇത്രയും കേമിയായിട്ടുള്ള, ഇത്രയും പുണ്യവതിയായിട്ടുള്ള സീതാദേവി എവിടെയും ചോദിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരെയും കണ്ടു, ഈ സീതാദേവി എവിടെയും ചോദിക്കുകയാണ്. ശ്രീരാമൻ പറയും, സീതാദേവി ഇവിടെ ഇല്ല, ഇപ്പോൾ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു, എവിടാന്നറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ലവകുശന്മാർക്ക് ദേഷ്യം വരും. അങ്ങ് എന്തിനാണ് സീതാദേവിയെ പറഞ്ഞയച്ചത്? ഇത്രയും പതിവ്രതയായിട്ടുള്ളൊരു സീതാദേവി അങ്ങ് പറഞ്ഞയച്ചത് ശരിയായും തോന്നുന്നുണ്ടോ? ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് ലവകുശന്മാർ ദേഷ്യപ്പെടാണ്. അപ്പോൾ ശ്രീരാമൻ പറയും, തിരിച്ചെത്തി പട്ടാഭിഷേകം കഴിഞ്ഞ് കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ജീവിച്ചു. അപ്പോൾ ഈ നാട്ടിൽ മുഴുവൻ എൻ്റെ നാട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന എൻ്റെ ആൾക്കാരുണ്ട്. അതിലൊരാൾ വന്ന് പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ കേമനാണ്, പക്ഷെ എന്തായാലും വേറൊരുത്തൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിച്ച ഭാര്യയെ കൂടെ കൊണ്ടുവന്നത് ശരിയായില്ലെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എൻ്റെ ഭാര്യ സീത എന്ന് പറഞ്ഞാൽ എന്നെക്കാളിലും ജീവനാണ്. എനിക്ക് സീത കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തും. പക്ഷേ ഞാൻ ആദ്യം ഒരു രാജാവാണ്, എൻ്റെ ധർമ്മം ആണ് ഏറ്റവും വലുത്. അപ്പോൾ നാട്ടുകാരുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സീതാദേവിയെ ലക്ഷ്മണനാണ് കൊണ്ടുപോയി കാട്ടിലേക്ക് വിട്ടതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ലവകുശന്മാർക്ക് വല്ലാത്ത സങ്കടമാവുക. ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ അമ്മയായിരുന്നില്ലേ സീതാദേവി, എങ്ങനെ കൊണ്ട് കളയാൻ തോന്നിയെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവർ, ഇതല്ല ഞങ്ങൾ കേട്ട ശ്രീരാമൻ, ഇങ്ങനെയായിരുന്നില്ല വേണ്ടതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോരുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇന്ന് കേൾക്കുമ്പോൾ സങ്കടമാകും. കാരണം ഈ കുട്ടികളെ വല്ലാതെ ഇഷ്ടമായി ശ്രീരാമന്. അത് കഴിഞ്ഞ് അശ്വമേധയാഗം നടത്തുകയാണ്. സുഗ്രീവൻ, ഹനുമാൻ, വിഭീഷണൻ എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ അശ്വമേധയാഗത്തിൽ. കുതിര ഓടാൻ തുടങ്ങി. അപ്പോൾ കൂടെ ഇതിന് കാവലായിട്ട് വാനരപ്പടയുണ്ട്, സുഗ്രീവനും ഹനുമാനും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കുതിര ചെന്ന് വാൽമീകി ആശ്രമത്തിൻ്റെ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ലവകുശന്മാർ ഈ കുതിരയെ പിടിച്ചു കെട്ടും. അപ്പോൾ ആദ്യം ഈ കുതിരയ്ക്ക് കാവലായിട്ട് പോകുന്നവർ വിട്ടു തരാൻ പറയുകയാണ് ഈ കുതിരയെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയും, ഇല്ല തരില്ല എന്ന് പറയും. അപ്പോൾ യുദ്ധം തുടങ്ങുകയാണ്. പിന്നെ അവരെയൊക്കെ തോപ്പിക്കും. സുഗ്രീവനെയും ഹനുമാനെയും വരെ ഈ കുഞ്ഞുങ്ങൾ തോപ്പിക്കും. അപ്പോൾ മനസ്സിലാവുക, ഇത് സാധാരണ കുഞ്ഞുങ്ങളല്ലല്ലോ എന്ന് ശ്രീരാമന് മനസ്സിലാവണം. ശ്രീരാമൻ തന്നെ എന്നിട്ട് നേരിട്ടെത്തി ചോദിക്കും, നിങ്ങൾ ആരാ? ഞങ്ങൾ അപ്പോൾ പറയും, ഞങ്ങൾ മുനികുമാരന്മാരാണ്, ഞങ്ങളിവിടെ വാൽമീകി ആശ്രമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങോട്ട് നേരത്തെ പറഞ്ഞാണല്ലോ അതൊക്കെ. അപ്പോൾ പറയാം, നിങ്ങളുടെ അമ്മ ആരാന്ന് ചോദിക്കും. ഞങ്ങളുടെ അമ്മയുടെ പേര് വനദേവി എന്നാണെന്ന് പറയും. അപ്പോൾ ഈ കുതിരയെ കെട്ടിയിട്ടു ശ്രീരാമൻ വരെ എത്തി എന്നുള്ളത് സീതാദേവി അറിയാണ്. സീതാദേവി എന്നിട്ട് ഓടി വരികയാണ്. ലവനെയും കുശനെയും വഴക്ക് പറയാണ്, അഹങ്കാരം കാണിക്കരുത്, ശ്രീരാമൻ്റെ കുതിരയെ കെട്ടിയിട്ട് എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയും, ശ്രീരാമൻ സീതാദേവിയെ കാട്ടിലേക്ക് അയച്ചു, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതാന്ന് പറയും. അവസാനം അപ്പോൾ സീതാദേവി വരുന്ന കാണുമ്പോഴാണ് ശ്രീരാമന് മനസ്സിലാവുന്നത് ശ്രീരാമൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവരെന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ഇത് ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, ഇതാണ് സീതാദേവി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് പിന്നീട് സീത പറയും, അച്ഛൻ ധർമ്മമാണ് ചെയ്തത്, വേറൊന്നും അല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രീരാമൻ കുഞ്ഞുങ്ങളെ സീതയും കൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ശ്രീരാമൻ എല്ലാവരുടെ മുമ്പ് വെച്ച് പറയും, നീ ഒന്നും കൂടി അഗ്നിപരീക്ഷണം നടത്തണം, എല്ലാവർക്കും ബോധ്യമാവണം നീ പതിവ്രതയാണെന്നുള്ളത്, എന്ന് എനിക്ക് സ്വീകരിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സീതാദേവിക്ക് വല്ലാണ്ട് സങ്കടം വരും. എനിക്കിനിയും പരീക്ഷണോ, എൻ്റെ അമ്മയെ എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കരയുകയാണ്. വേഗം ഭൂമി രണ്ടായിട്ട് പിളർന്ന് അതിൽ നിന്ന് ഭൂമിദേവി വരികയാണ്. അന്ന് സീതാദേവിയെ കൊണ്ടുപോവാണ്. ഇത് കഴിയുമ്പോൾ ശ്രീരാമന് പിന്നെ വല്ലാത്ത സങ്കടമാണ്. സീത ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്നുള്ളതാണ്. ഇത്ര നാളും സീത ജീവനോടെ ഉണ്ടെന്നറിയായിരുന്നു, കാരണം ഇപ്പോൾ സീത പോയല്ലോ. അപ്പോൾ ലക്ഷ്മണൻ പറയും, ഇല്ല ഏട്ടാ, ഇനി അങ്ങ് രാജ്യം നോക്കണം, അങ്ങ് പോയാൽ ശരിയാവില്ല, ഭരതനും എനിക്കും രാജ്യം നോക്കാൻ പറ്റില്ല, ശത്രുഘ്നനും പറ്റില്ല, അങ്ങ് തന്നെ രാജ്യം നോക്കണം എന്ന് പറയാണ്. 11,000 വർഷം ശ്രീരാമനോടെ ഭരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു മഹർഷി വരികയാണ്. മഹർഷി വന്നിട്ട് ശ്രീരാമനോട് പറയാണ്, നമുക്ക് തമ്മിൽ സംസാരിക്കാനുണ്ട്, വേറെ ആരും ഈ സംസാരം കേൾക്കാൻ പാടില്ലെന്ന് പറയാണ്. അപ്പോൾ ലക്ഷ്മണനെ കാവൽ നിർത്തും, അകത്ത് കയറുകയാണ്. അപ്പോൾ പറയും, വേറെ ആരും ഈ സംസാരം കേൾക്കുകയോ കാണുകയോ ചെയ്താൽ ലക്ഷ്മണൻ മരിക്കണം എന്ന് പറയുകയാണ് ഈ മഹർഷി. അപ്പോൾ പേടിക്കേണ്ട, ആരും കേൾക്കില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഇത് സംസാരിക്കുകയാണ്. അപ്പോൾ മഹർഷി പറയും, ഞാൻ കാലനാണ്, ബ്രഹ്മാവ് അയച്ചതാണ്, അങ്ങ് ഭരിക്കേണ്ട 11,000 വർഷമായിരുന്നു, അത് കഴിഞ്ഞു, അങ്ങ് തിരിച്ചിനി പോകാനുള്ള സമയമായി എന്ന് പറയുകയാണ്. ശരിയെന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയാം. അപ്പോൾ
ഇതേ സമയത്ത് ലക്ഷ്മണൻ പുറത്ത് കാവൽ നിൽക്കുമ്പോൾ ദുർവാസാവ് വരുവാണ്. ദുർവാസാവ് പറയും എനിക്ക് ശ്രീരാമനെ ഇപ്പം കാണണം. പറയും അയ്യോ അകത്ത് വേറൊരാളായിട്ട് സംസാരിക്കുകയാണ്, അപ്പോൾ എന്നെ നീ ഇപ്പോൾ കേട്ടുന്നത് രഘുവംശത്തിനെ മുഴുവൻ ഞാൻ ശപിക്കണമെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മണൻ മനസ്സിലായിരിക്കുകയാണ് രഘുവംശത്തിനെ ശപിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണ്. അപ്പോൾ ദുർവാസാവിനെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ ദുർവാസാവ് ചെന്ന് കഴിയുമ്പോൾ ശ്രീരാമന് വലിയ സന്തോഷമാവും. ദുർവാസാവിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ദുർവാസാവും ഈ മഹർഷിയൊക്കെ പോവുകയാണ്. അപ്പോഴാണ് ശ്രീരാമൻ ഓർക്കുന്നത്, എൻ്റെ സംസാരം മുടക്കിയിരുന്നെങ്കിൽ ലക്ഷ്മണൻ മരിക്കണം എന്നായിരുന്നല്ലോ. അങ്ങനെ ലക്ഷ്മണൻ സരയൂ നദിയിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ശ്രീരാമനോട് യാത്ര പറഞ്ഞ്, ഭാര്യയോടും യാത്ര പറഞ്ഞ്, സഹോദരന്മാരോടും ഒക്കെ യാത്ര പറഞ്ഞ് ലക്ഷ്മണൻ സരയൂ നദിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇനി അദ്ദേഹത്തിനും പോകാനുള്ള സമയമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. എന്നിട്ട് ലവനെയും കുശനെയും കോസലയുടെയും ഉത്തര കോസലയുടെയും രാജാക്കന്മാരാക്കി പട്ടാഭിഷേകം നടത്തുകയാണ്. അതുപോലെ ശത്രുഘ്നന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും മക്കളെയൊക്കെ ഓരോ രാജ്യങ്ങളുടെ രാജാക്കന്മാരാക്കുകയാണ്. അപ്പോൾ എല്ലാം പട്ടാഭിഷേകം നടത്തി കഴിഞ്ഞിട്ട് ശ്രീരാമൻ പറയുകയാണ് ഇനി എനിക്ക് പോകേണ്ട സമയമായി എന്ന് പറയാം. അപ്പോൾ ഭരതനും ശത്രുഘ്നും പറയും ഞങ്ങളും വരികയാണ് ഏട്ടൻ്റെ കൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ അവരുടെ ഭാര്യമാരും ഉണ്ട്. വാൻഡപ്പട പറയും ഞങ്ങളും വരികയാണ് അങ്ങയുടെ കൂടെ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി സരയൂ നദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹനുമാനും ജാമ്പവാനും ചെല്ലാൻ തുടങ്ങുമ്പോൾ ശ്രീരാമൻ പറയാണ് ഇല്ല, നിങ്ങൾ വരാനുള്ള സമയമായിട്ടില്ല, നിങ്ങളിവിടെ കലിയുഗം വരെ വേണമെന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീരാമൻ സരയൂലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ശ്രീരാമനും തൻ്റെ സഹോദരന്മാരും കൂടി എല്ലാവരും കൂടി ഒന്നായി മഹാവിഷ്ണുവായി മാറുകയാണ്. അങ്ങനെ ഈ രാമായണ മാസം മുഴുവൻ നമ്മൾ രാമായണം പറഞ്ഞു തീർത്തു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.